അടിപൊളി ഫുള്ള് വയലൻസാ. ഫസ്റ്റ് പാർട്ടിലെ പോലെ തന്നെ സെക്കൻഡ് പാർട്ടും അടിപൊളിയായിട്ടുണ്ട്. 4 മണിക്കൂർ എൻഗേജിങ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗുണ്ട്, പക്ഷേ ക്ലൈമാക്സ് പീക്കായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് 4 മണിക്കൂർ? 4 മണിക്കൂർ ഫീൽ ചെയ്യില്ല. ഇത് ഈ 2 സ്ക്രിപ്റ്റും കൂടെ ഒരുമിച്ച് എഴുതിയതുകൊണ്ട് അതിൻ്റെ ഒരു വ്യത്യാസം. നല്ലതാണ്, എല്ലാ പടങ്ങളും ഒരുമിച്ച് എഴുതും. ദുരന്തർ കീച്ചിയോ? നല്ല ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പുതിയ ഭാരതം ആണല്ലേ, നമ്മളെല്ലാവരും കണ്ടിരിക്കണം. ഏത് ദേശഭക്തന്മാരും കാണേണ്ട ഒരു സിനിമയാണത്, അത് യാതൊരു സംശയവുമില്ല. നമ്മുടെ പുതിയ ഭാരതം എങ്ങനെയാണ് പാകിസ്ഥാനെ ട്രീറ്റ് ചെയ്തത്, ഭാരതം എങ്ങനെയാണ് ഇന്ന് ലോക രാജ്യങ്ങളുടെ മുമ്പിൽ ഇത്രയും തലയുയർത്തി നിൽക്കുന്നത്, അത് ദുരന്തം നമുക്ക് കാണിച്ചു തരും. കൃത്യമായി കാണിക്കുന്നുണ്ട്. അതെല്ലാവരും പോയി കാണണം. നമ്മളെ സൈന്യത്തെ ബഹുമാനിക്കാൻ പഠിക്കണം, എല്ലാം ചെയ്യാം. തീർച്ചയായും 4 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. വളരെ മനോഹരമായ പടം. ഇന്ത്യൻ മിലിറ്ററിയുടെ ആ ഒരു ട്രെയിനിങ്ങും ഡിസിപ്ലിനും ഒക്കെ വളരെ കൃത്യമായിട്ട് ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. നമ്മുടെ പൊളിറ്റീഷ്യൻസ് കുറച്ചും കൂടി റെസ്പോൺസിബിളായിട്ട് ബിഹേവ് ചെയ്യാനാണ് ആ സിനിമ കാണിക്കുന്നത്. കാരണം ഭാരതത്തെ ഭാരതമായി നിലനിർത്താൻ ഇതുപോലത്തെ പടങ്ങൾ അനിവാര്യമാണ് ഈ കാലഘട്ടത്തിൽ. അല്ല, വയലൻസിൻ്റെ കാര്യം വിടും. ആ വളരെയധികം വാല്യൂ ആ മൂവി കാണിക്കുന്നുണ്ട്. രാഷ്ട്ര നിർമ്മിതിക്കും ഈ രാഷ്ട്രം ഭാരതത്തിൻ്റെ ആത്മാവിനെ നിലനിർത്തേണ്ട ഒരു ആവശ്യകത ഈ സിനിമ കാണിക്കുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. വെറുതെ നോട്ട് ഒരു സുപ്രഭാതത്തിൽ നിരോധിച്ചതല്ല. ഇവിടെ ഭാരതത്തിൽ ഇത്രമാത്രം കള്ളനോട്ട് ദേശദ്രോഹികൾ വിതരണം ചെയ്യുന്നതിനെ വളരെയധികം സമർത്ഥമായി കാണണം നമ്മൾ. അതിനുശേഷം എന്താ ഇപ്പോൾ നിങ്ങൾക്ക് കാണാനോ 500 ഇരട്ടിയാണ് നമ്മുടെ ഓൺലൈൻ റാങ്കിങ്ങും ട്രാൻസാക്ഷനും വർദ്ധിച്ചത്. അപ്പോൾ ദേശദ്രോഹികളെ ഒറ്റപ്പെടുത്തുന്ന ഒരു സിനിമയാണ്, എല്ലാവരും പോയി കാണും. പ്രൊപ്പഗണ്ട അല്ലല്ലോ, സത്യമല്ലേ പറയുന്നത്. ഇങ്ങനെ പ്രൊപ്പഗണ്ടയാവും? ഇല്ലാത്ത കാര്യം പറയുന്നതല്ലേ പ്രൊപ്പഗണ്ട, ഇത് സത്യമാണ്. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ട് 4 മണിക്കൂർ? നമ്മളൊരു അറിയുന്നില്ല നമ്മൾ കഴിഞ്ഞു പോകുന്ന അറിയുന്നില്ല. നമ്മുടെ രാജ്യത്തിന്റെ കാര്യങ്ങളൊക്കെ കാണിച്ചേക്കണേ. എല്ലാം നല്ല രീതിയിൽ കണക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫാക്ട് ആണെങ്കിലും അറിയത്തില്ല, പക്ഷേ എല്ലാവരും നല്ല രീതിയിലാണ് നാരേറ്റ് ചെയ്തേക്കുന്നത്. ഒരാ വർക്ക് അല്ല, എത്ര കോൺഫിഡൻസോട് ചെയ്തെങ്കിൽ. അതെ. രണ്ടുപേർക്ക് പറഞ്ഞിട്ട് പോകും. മേക്കിംഗ് വിഷയസാണ്. മ്യൂസിക് BGM എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്, ഇത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ്. അപ്പം ചില പൊളിറ്റിക്സിൽ നമുക്ക് ചിലപ്പോൾ ഡിസഗ്രിമെൻ്റ് ഉണ്ടാകാം. അപ്പം അതിന് ദാറ്റ് ഈസ് ഫൈൻ, ദാറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ. ബട്ട് ആസ് ഫാർ ആസ് ഒരു മൂവി എന്നുള്ള നിലയിൽ, ആർട്ട് എന്നുള്ള നിലയിൽ തീസാണ്, തീ പടം.